സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിനിടെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക പാളികളും ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പരിശോധിക്കും. അതേസമയം സ്വർണ്ണ മോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരെ ഇവർ പ്രതി ചേർത്തേക്കും. ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് വൈകാതെ അന്വേഷണ സംഘം കടക്കും. ശശിനാരായണൻ ഒപ്പം ഡാൻ കുര്യൻ ചേരുന്നു. ആദ്യം ശശിനാരായണൻ, ഇന്നലെ വൈകിട്ടാണല്ലോ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പമ്പയിലെത്തിയത്. ഇന്ന് അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പരിശോധന ആരംഭിച്ചോ അവിടെ? സജിത്ത്, ഇന്നലെ വൈകിട്ടാണ് കെ.ടി. ശങ്കരൻ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ഇന്നലെ പമ്പയിലെത്തി. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സന്നിധാനത്തെ സ്ട്രോങ് റൂമും മറ്റു രേഖകളും പരിശോധിക്കാൻ വേണ്ടിയാണ് ഹൈക്കോടതി നിയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. കാരണം ഇതുവരെയുള്ള ദേവസ്വത്തിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളും രേഖകളും കൃത്യമായി പരിശോധിക്കുക. ഒപ്പം ഈ സ്വർണ്ണപ്പാളി വിവാദം അതുമായി ബന്ധപ്പെട്ട് ചെന്നൈ കൊണ്ടുപോയി പൂശ്ശേരി ജസ്റ്റിസ് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അതിനെയും ആ സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയും പരിശോധിക്കും. അതിന്റെ കണക്കെടുപ്പെല്ലാം പൂർത്തിയായതിനു ശേഷമായിരിക്കും ആറന്മുളയിലെത്തി ആറന്മുളയിൽ ദേവന് കിട്ടിയിട്ടുള്ള വസ്തുവകൾ, അതായത് ഈ പറയുന്ന സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ അവിടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പരിശോധിക്കും. എന്തായാലും 2 ദിവസം നീളുന്ന പ്രവൃത്തിയായിരിക്കും ഇന്നും നാളെയും ഉണ്ടാവും. നോക്കിയതിനു ശേഷമായിരിക്കും അദ്ദേഹം റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. വലിയ വിവാദം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ കാര്യമായ ഒരു അന്വേഷണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടുള്ളതായി ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് പി പ്രസാദ്, ദേവസ്വം ബോർഡ് പ്രസാദും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കർശന നടപടി ഉണ്ടാവും. അതായത് പിരിഞ്ഞു പോയവരാണെങ്കിൽ കൂടി അവരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ തടയുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാവും. ഒപ്പം ദേവസ്വം ബോർഡിൽ നിന്നൊന്നും ഒളിക്കാനല്ല, അന്വേഷണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാര്യത്തിലും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്ന് സന്നിധാനത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ വിശദമായ ഒരു പരിശോധന ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാവും. നമുക്കറിയാം, ഈ ചെമ്പുപാളിയായ കാലം തൊട്ടത് മുരാരി ബാബുവും അതുപോലെ തന്നെ 9 ഉദ്യോഗസ്ഥരും ഈ വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ 9 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇത് കുറ്റക്കാരാണെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അവർ ഉടൻ തന്നെ പ്രതി ചേർക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഇതെല്ലാം വിശദമായി ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൽ കൃത്യമായി കണക്കെടുപ്പ് നോക്കി ആ രജിസ്റ്ററുകൾ പരിശോധിച്ച് അവിടെ ഉണ്ടായിട്ടുള്ള ദേവന് കിട്ടിയിട്ടുള്ള ഈ ഇത്തരം സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായ ഒരു പരിശോധനയായിരിക്കും നടത്തുക. അത് പൂർത്തിയായിട്ട് ശേഷമായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. എന്തായാലും ചില കാര്യങ്ങൾ കൂടി ചിലപ്പോൾ ഒരുപക്ഷെ എന്തെല്ലാം ഇതിലുണ്ടോ, ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ പരിശോധനയ്ക്ക് ശേഷം പുറത്തു വരാനുണ്ടാവും. ആ കാര്യങ്ങൾ കൂടി ആയിരിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയുമാണ് സന്നിധാനത്ത് ഇത് സംബന്ധിച്ച് സ്ട്രോങ് റൂം തുറന്ന് പരിശോധനകൾ നടത്തി വരുന്നത്. എന്തായാലും ആറന്മുളയിലും ഈ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. യെസ്, അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്തായാലും ഇന്ന് നിർണായകമായ പരിശോധനയാണ് നടക്കുന്നത്. ഹൈക്കോടതി നിരീക്ഷണത്തിൽ നേരിട്ട് നടക്കുന്ന ഈ പരിശോധന നിർണായകമാണ്. ഡാൻ കുര്യൻ കൂടിയുണ്ട്. ഡാൻ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ട നിരീക്ഷണമാണ്. ഇതിൽ 2 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നീക്കമാണോ ഇപ്പോഴുണ്ടാവുക? എപ്പോൾ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം നീക്കങ്ങൾ ആരംഭിക്കും? ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും, അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായ ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ അന്വേഷണം ഏത് ദിശയിലായിരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമാകുക. അതോടൊപ്പം ഏത് കേസിൽ ആദ്യം അന്വേഷണം തുടങ്ങണം, FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ഏത് കേസിലായിരിക്കണം തുടക്കത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമായി പഠിച്ചതിന് ശേഷമായിരിക്കും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം. പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളി തട്ടിയെടുക്കുന്നതിന് ഒത്താശ ചെയ്ത് നൽകിയത് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്ന കണ്ടെത്തലിലേക്കായിരുന്നു ദേവസ്വം വിജിലൻസ് എത്തിയത്. ആ ദിശയിലേക്ക് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ അന്വേഷണം കടക്കുക. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ടാകും. അതോടൊപ്പം ഈ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഉൾപ്പെടെ 9 പേരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ഏതു വിധത്തിലാണ് ഈ സ്വർണം അവിടുന്ന് തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്ത് നൽകിയത്, അതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ, മറ്റാരുടെയെങ്കിലും ഈ സമ്മർദ്ദത്തിന് വഴങ്ങി, സ്വാധീനത്തിന് വഴങ്ങി അങ്ങനെ സഹായം വഴിവിട്ട് ചെയ്തു നൽകുകയായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എടുത്തു പറയേണ്ടുന്ന കാര്യം, 474 ഗ്രാം സ്വർണം
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ നിന്ന് തട്ടിയെടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കാനിടയായ സാഹചര്യം, ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്തു എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഉത്തരം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ കടക്കും. ആ തുടക്കത്തിലുള്ള അടിയന്തര നടപടിയുടെ ഭാഗമായി ഉടൻ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം യോഗം ചേർന്നതിന് ശേഷമായിരിക്കും അന്വേഷണത്തിന്റെ ദിശ നിർണ്ണയിക്കുക. അതാണ് സാഹചര്യം. എന്തായാലും അന്വേഷണം സുപ്രധാനമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണത്തിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നും പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ നിലപാടാണ് എടുക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരും അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. കാരണം ശബരിമല പോലെ ഒരു പ്രധാനപ്പെട്ട ഇടത്തെ സ്വർണ്ണമോഷണത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം, അതിൽ കുറ്റക്കാരുടെ സർക്കാരുമായുള്ള ബന്ധം, ഇതൊക്കെ പ്രതിപക്ഷം ചർച്ചയാവുന്ന ഘട്ടത്തിൽ കൂടി അത് നിർണായകമാണ്. ഡാൻ, ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡും ഇതുവരെ സ്വീകരിച്ച നിലപാട്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിലും അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള സ്വർണ്ണ വസ്തുക്കളുടെ കണക്കെടുക്കും. അപ്പോൾ മുൻകാലങ്ങളിൽ നടന്ന എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന കൂടിയാണ് അവിടെ ഉണ്ടാവുക. ഒരു കാര്യം വ്യക്തമാണ്, എന്തായാലും അവിടുന്ന് സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യം ദേവസ്വം ബോർഡ് ഇപ്പോൾ സ്ഥിരീകരിക്കുക തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു നിഗമനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തുന്നത്. പക്ഷേ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഒരു ആത്മവിശ്വാസം, നിലവിലുള്ള ബോർഡ് ഭാരവാഹികളോ അല്ലെങ്കിൽ നിലവിൽ ബോർഡിനെ പ്രതിനിധീകരിക്കുന്ന മറ്റുള്ളവരോ ഈ സംഭവങ്ങളിൽ നേരിട്ട് പങ്കാളികളായിട്ടില്ല എന്ന ഉദ്യോഗസ്ഥർ ഇതുവരെ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിലാണ് PS പ്രശാന്ത് അടക്കം അത്തരത്തിലൊരു നിലപാടുമായി രംഗത്തെത്തുന്നത്. ആദ്യഘട്ടം മുതൽ PS പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ വലിയ തരത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതായത് താൻ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ആധികാരികമായി തനിക്ക് പറയാൻ കഴിയൂ. അവിടെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ തന്റെ കാലഘട്ടത്തിൽ ഒന്നും നടന്നിട്ടില്ല, എല്ലാം സുതാര്യമായിട്ടാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അത് പരോക്ഷമായി സൂചിപ്പിക്കുന്നത് അതിനു മുമ്പ് എപ്പോഴോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുകയായിരുന്നു. അതിന് ഉത്തരവാദികൾ ആരാണോ അവരിലേക്ക് അന്വേഷണം എത്തും. അതുകൊണ്ട് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്. എന്തായാലും നിലവിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ജസ്റ്റിസ് അവിടെ ഈ സന്ദർശനം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ വിശദമായ പരിശോധനകൾ, അവിടുത്തെ സ്വർണത്തിന്റെ കണക്കെടുപ്പ്, അതോടൊപ്പം വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ഏത് ദിശയിലാണ്, എപ്പോഴാണ് സംഭവിച്ചത്, ആർക്കാണ് അതിൽ പങ്ക്, ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഈ ജസ്റ്റിസ് KT ശങ്കറിന്റെ അന്വേഷണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശോധനകൾ കടക്കും. അതോടൊപ്പം സമാന്തരമായിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം 6 ആഴ്ചത്തെ കാലപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകൾ നീങ്ങും എന്ന പ്രതീക്ഷയിലാണ് കോടതിയുള്ളത്. അതുപോലെ തന്നെ അതിലൂടെ ദേവസ്വം ബോർഡിനെ സംശയമൊഴിയിൽ നിർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സമഗ്ര പരിശോധനയിലൂടെ ഉത്തരം വ്യക്തമാക്കുമെന്ന വിലയിരുത്തലിലാണ് ദേവസ്വം ബോർഡുമുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്വർണം നഷ്ടമായിരിക്കുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉദ്യോഗസ്ഥ സഹായത്തോടെ തന്നെ ലഭിച്ചതാണ് എന്ന കാര്യം ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് മറ്റേതെങ്കിലും രാഷ്ട്രീയമായ സ്വാധീനമോ ഇടപെടലോ ഒത്താശയോ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ വീഴ്ച ദേവസ്വം ബോർഡ് കൂടി സ്ഥിരീകരിക്കുന്നു. അത് ഉദ്യോഗസ്ഥതല വീഴ്ച എന്നതാണ് സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുന്ന വിശദീകരണം. പക്ഷേ ഈ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ നിർണായകമാണ്. ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ സ്ട്രോങ് റൂമുകളിലുള്ള സന്നിധാനത്തും ഒപ്പം ആറന്മുളയിലുമുള്ള സ്ട്രോങ് റൂമുകളിലെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. സ്ട്രോങ് റൂമിൽ നിന്ന് മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടിയാണ് പരിശോധിക്കപ്പെടുന്നത്. ഒരുപക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നതിനേക്കാൾ വ്യാപ്തിയുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ ഈ പരിശോധനയിൽ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ പരിശോധന. സ്ട്രോങ് റൂം തുറന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഹൈക്കോടതി നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഈ പരിശോധനകൾ നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്.